നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം വലിയ ചർച്ചകൾക്ക് ശേഷം വിജയുടെ തമിഴക വെട്രി കഴകം എന്ന അദ്ദേഹത്തിന്റെ പാർട്ടി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സിനിമാ മേഖലയിൽ നിന്ന് ഒരു സിനിമാ നടന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടി വരുന്നത്. 1952 മുതൽ തന്നെ പ്രകടമായിട്ട് ദ്രവീഡിയൻ പൊളിറ്റിക്സിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ, രാഷ്ട്രീയ പാർട്ടികൾ, സിനിമാ നടന്മാർ, ആരാധന പൊളിറ്റിക്സ് വലിയ പുച്ഛത്തോടെ പലപ്പോഴും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നോക്കിക്കാണാറുണ്ട്. തമിഴ്നാട്ടിലുള്ള ആളുകളുടെ ഈ ഒരു ആരാധന പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് എനിക്ക് അതിനോടുണ്ടായിരുന്ന മനോഭാവത്തിലൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ മാറ്റം വരുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയിട്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബഹുമാനം തോന്നും. അത്രയധികം അവർ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അറിയിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാധന പൊളിറ്റിക്സ് എന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ പാദസേവ പൊളിറ്റിക്സും വെറും ആരോപണ പൊളിറ്റിക്സും വെറും പിണറായി വിജയൻ ഹേറ്റും മാത്രമായിട്ടാണ് രാഷ്ട്രീയ നിലപാടുകൾ നിൽക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളോ കേരളത്തിലെ ഭരണപക്ഷമോ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് ഒരു നിലപാട് പറയുന്നില്ല എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊളിറ്റിക്സ് ഈ ഒരു ലൊക്കാലിറ്റിയിൽ കിടന്ന് നട്ടം തിരിയുകയാണ്. അവിടെയാണ് തമിഴ്നാട് ഡിഫറൻ്റ് ആവുന്നത്. തമിഴ്നാട്ടിലെ പാർട്ടികൾ, ആരാധന പൊളിറ്റിക്സ് എന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്ന അവിടെയുള്ള പാർട്ടികളിലെ അണികൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ എപ്പോഴും പറയുന്നത് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള രാഷ്ട്രീയമല്ല. അവർ കേന്ദ്രത്തെ ഉന്നം വെച്ചിട്ടുള്ള വിമർശനങ്ങൾ, ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ കേന്ദ്ര ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക്, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്ന തരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹം ദേശീയ തലത്തിൽ കുറേയധികം ദിനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അതേപോലെ അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ നിന്നിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയ നിലപാടുകൾ രാജ്യം മുഴുവനായിട്ട് ശ്രദ്ധിക്കും. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേന് നമുക്കിതൊന്നുമില്ല. വാർദ്ധക്യ സഹജമായ അവസ്ഥകളുമായി മുന്നോട്ടേക്ക് എഴഞ്ഞു പോകുന്ന പാർട്ടികളിൽ തന്നെയാണ് വീണ്ടും ഇവിടെയുള്ള യുവാക്കൾ പോയി അഭയം പ്രാപിക്കുന്നത്. പുതുമയില്ല, ഒന്നിനും പുതുമയില്ല. തമിഴ്നാട്ടിൽ വിജയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അതിന് എത്രത്തോളം ചലനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കമലഹാസന്റെ പാർട്ടിയുണ്ട്, വിജയകാന്തിന്റെ പാർട്ടിയുണ്ട്. കമലഹാസന്റെ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ച യാതൊരുവിധ ചലനങ്ങളും നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ്. വിജയകാന്തിന് കുറേയൊക്കെ ആ ഒരു സാധ്യതകളെ ഉപയോഗിക്കാനായിട്ട് പറ്റി. തമിഴ് കലാരംഗം, സിനിമ, അതൊക്കെ ദ്രവീഡിയൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം കണക്ട് നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ബ്രിട്ടീഷ് രാജിന്റെ കാലഘട്ടം മുതൽ തന്നെ. അതിപ്പോൾ നാടകത്തിൽ നിന്ന് നിശബ്ദ സിനിമകളിലേക്ക് വന്ന് അത് പിന്നീട് ചലച്ചിത്രങ്ങളിലേക്ക്, ശബ്ദമുള്ള ചലച്ചിത്രങ്ങളിലേക്ക് വന്ന് കളറിലേക്ക് വരുമ്പോഴും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറച്ചിലുകൾ ആ ഒരു സിനിമയിലുണ്ടായിരുന്നു. കരുണാനിധി സ്ക്രിപ്റ്റ് എഴുതിയ പരാശക്തി പോലുള്ള മൂവികൾ അന്ന് വലിയ ഹിറ്റാവുകയും അത് കേന്ദ്ര തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഈ സെൻസറിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, രാഷ്ട്രീയം സിനിമയിൽ വരുന്ന സമയത്ത് അതൊരു പ്രൊപഗാൻഡ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് തമിഴ് മക്കളെ ചേർത്ത് നിർത്തി രാഷ്ട്രീയം പറയുന്ന ഒരു രീതിയിലേക്ക് വന്ന സമയത്തൊക്കെയാണ് കേന്ദ്രം അന്ന് ആദ്യമായിട്ട് സെൻസറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ വലിയ കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. തമിഴ്, ദ്രവീഡിയൻ പൊളിറ്റിക്സ് സംസാരിക്കുന്ന തമിഴ് സിനിമകളാണ് ഏറ്റവും കൂടുതൽ അക്കാലങ്ങളിൽ സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അന്ന് കുറേയധികം സിനിമകളിലെ ഈ ഒരു രാഷ്ട്രീയ നിലപാടുകൾ കട്ട് ചെയ്ത് വികലമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് അന്ന് മുതൽ തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാനായിട്ട് പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ് മക്കളുടെ ആ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം, തമിഴ് ജനതയെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന അവരുടെ നടന്മാരുടെ രാഷ്ട്രീയ പാർട്ടികൾ, അതിനെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ നോക്കി കാണേണ്ട ഒരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയ് എന്ന നടൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വരുന്ന സമയത്ത് പല വേദികളിലും നമുക്കറിയാം, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് യുവാക്കളുടെ അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ ഒക്കെ പൾസ് അറിഞ്ഞ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വളരെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം, അതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കാൻ വേണ്ടി. നെഞ്ചിൽ കുടിയിരിക്കും இந்த பொது தேர்வில் சாதனை படைத்த என்னுடைய நண்பிகளுக்கும் அவங்களுடைய பெற்றோர்களுக்கும் மக்கள் இயக்க நண்பர்களுக்கும் ഊടക നൻപർക്കും എന്നോട് വണക്കം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിജയുടെ സിനിമകളിൽ, വിജയ് പങ്കെടുക്കുന്ന വേദികളിൽ, അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതായിട്ടും ആളുകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും അത് അതിവിനീതമായിട്ട് തൻ്റെ സഹോദരന്മാരെ ചേർത്ത് നിർത്തി അവരുടെ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയുടെ ഫാൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും സിനിമാ നടന്മാരുടെ ഫാൻസ് എന്ന് പറയുമ്പോൾ വില കുറച്ച് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഇവർ BJP പ്രവർത്തകരുമായിട്ടുള്ള സംഘർഷത്തിലൊക്കെ ഏർപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. എല്ലാ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ സിനിമയുടെ ചിത്രീകരണ വേളയിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സംഘർഷത്തിൽ നിന്ന് BJP പ്രവർത്തകർ പിൻവാങ്ങുകയും അത്രയധികം മിരച്ചെത്തിയ ഒരു ഫാൻസിനെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ദേശീയ തലത്തിൽ വിജയുടെ ഈ ഒരു പാർട്ടി പ്രഖ്യാപനം ശ്രദ്ധിക്കപ്പെടുന്നത്. സംഘപരിവാറുകാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിജയുടെ പുറകെ തന്നെ ഉണ്ട്. ഈ ജോസഫ് വിജയ് എന്ന് പറഞ്ഞിട്ടാണ്
അവരുടെ പല വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പോസ്റ്റുകളും ആരംഭിക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളുകളാണ്, ഭൂരിപക്ഷം പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഇവരുടെ സ്ഥിരമായിട്ടുള്ള ആ ഒരു പറച്ചിലിനിടയിൽ ജോസഫ് വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെയും പിടിച്ചിട്ടുണ്ട്. സംഘപരിവാറിൻ്റെ പല പേജുകളിലും പല ഫോറത്തിലും നമുക്ക് ഈ ജോസഫ് വിജയിയെ കുറിച്ചിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ വായിക്കാനായിട്ട് പറ്റും. അത്രയധികം മാനിപ്പുലേഷൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിജയ്ക്കെതിരെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘപരിവാർ വിരുദ്ധ നിലപാടുള്ള പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം നമുക്ക് കേൾക്കാൻ പറ്റും. இவ்வளோ நாள் வரைக்கும் நீங்கள் உங்கள் பேரண்ட்ஸோட கைடன்ஸில் அவங்க ஸ்கூலில் அவங்க வீட்டில் தங்கி நீங்கள் ஸ்கூலுக்கெலாம் போயிருப்பீங்க இல்லையா? இப்போ நீங்கள் வேறு ஊருக்கு போவீங்க, வேறு ஸ்கூல் காலேஜஸில் உங்களுக்கு சீட்டு கிடைக்கும், ஹாஸ்டலில் தங்கி படிப்பீங்க, புது ஃப்ரெண்ட்ஸ் கிடைப்பாங்க. ஸோ முதல் தடவையாக உங்கள் பேரண்ட்ஸோட கண்காணிப்புலேருந்து வெளியில் போய் வேறு ஒரு லைஃபுக்கு ஒன்று போகிறீங்க. அங்கே ஒரு சுதந்திரம் ஒன்று கிடைக்கும் பாருங்கள். அதை ப்ராப்பராக ஹேண்டில் பண்ணிக்கோங்க ஒரு செல்ஃப் டிசிப்ளினோட. நான் டிசிப்ளின்னு சொல்கிறது உடனே நீங்கள் யாரும் லைஃப்பை என்ஜாய் பண்ணவே கூடாது அப்படி இப்படின்லாம் நான் சொல்ல வரலைங்க. லைஃப்பை நல்லா என்ஜாய் பண்ணுங்கள், அது ரொம்ப ரொம்ப முக்கியம். ஹேவ் ஃபன் இன் லைஃப். பட் அட் த சேம் டைம் உங்களுடைய அந்த செல்ஃப் ஐடென்டிட்டியை காரணத்து கொண்டு எந்த சூழ்நிலையிலையும் விட்டு கொடுத்துறாதீங்க. நம்மளுடைய வாழ்க்கை நம்ம கையில் தாங்கிறத சும்மா ஒரு கார்னர் ஆஃப் த மைண்டில் போட்டு வச்சுக்கோங்க. அதை அப்பப்போ எடுத்து ஞாபகப்படுத்திக்கோங்க. சரிங்களா? നമ്മൾ എത്രയധികം താഴ്ത്തി കെട്ടാനായിട്ട് നോക്കിയാലും ദേശീയ രാഷ്ട്രീയത്തിലും നമ്മുടെ ലോക്കൽ പൊളിറ്റിക്സിലും ഒട്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒട്ടും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള ചില പ്രസംഗ രീതികളൊക്കെയാണ് വിജയ് അവിടെ അവലംബിക്കുന്നത്. അദ്ദേഹം യുവാക്കളെ കറക്റ്റായിട്ട് തന്നെ, യുവജനതയെ കറക്റ്റായിട്ട് തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. ടീനേജേഴ്സ് മുതൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആരാധകർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചേർത്ത് നിർത്തേണ്ടവർ എന്ന് അദ്ദേഹം കരുതുന്ന ആൾക്കാരെ കറക്റ്റായിട്ട് തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഇദ്ദേഹം ഇത്തരത്തിലുള്ള വേദികളിൽ പല പ്രസംഗങ്ങളുണ്ട്, എല്ലാം കൂടെ എടുത്തിടാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തത്. ഇതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നതും ഏറ്റവും കൂടുതൽ ചർച്ചയായതും. ഇദ്ദേഹം പറയുന്ന ഓരോ കുഞ്ഞു കാര്യത്തിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, പ്രോഗ്രസീവ് ആയിട്ടുള്ള, മാറുന്ന ഒരു നാടിന് മാറ്റമുണ്ടാക്കുന്ന ഒരു യുവജനതയ്ക്ക് വേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ இந்த கேரக்டரை பற்றி நம்ம பேசணும் இல்லையா? அதே மாதிரி இந்த சிந்திக்கும் திறன் என்னை விட உங்கள் எல்லாருக்குமே நல்லா தெரியுங்க. திஸ் கரண்ட் ஏரா இஸ் இன்ஃபர்மேஷன் ஏஜ் இல்லைங்களா? எங்கே பார்த்தாலும் தகவல்கள், வாட்ஸ்அப், ஃபேஸ்புக், இன்ஸ்டா, வேறு என்ன ஷேர் சேட் எக்ஸெட்ரா எக்ஸெட்ரா, எல்லாத்துலேயுமே தகவல்கள் அண்ட் முக்கால்வாசி வந்து ஃபேக் நியூஸ். இந்த சோஷியல் மீடியாவில் வந்து நியூஸ் போடுற, நான் எல்லாரையுமே சொல்லலை, ஒரு சில பேருக்கு ஒரு ஹிடன் அஜெண்டா ஒன்று இருக்கும். ஒரு கவர்ச்சிகரமான ஒரு தகவல்கள் மூலிமா நம்ம அந்த அட்டென்ஷனை எடுத்துக்கலாம் அப்படின்றதுக்காக சிலதெல்லாம் நடக்கும். அதை நீங்கள் தான் அனலைஸ் பண்ணணும். எதை எடுத்துக்கலாம், எதை விட்டுடலாம், எதை நம்பலாம், நம்ப வேணாம், எது உண்மை பொய், ஏன்னோ இதுக்கு நீங்கள் என்ன பண்ணணும்னா உங்கள் பாட புத்தகங்களை தாண்டி நீங்கள் படிக்கணும். இது நிறைய பேர் சொல்லி ஒன்று கேள்விப்பட்டிருப்பீங்க, உன் நண்பனை பற்றி சொல்லு, நான் உன்னை பற்றி சொல்கிறேன்னு. எனக்கு தெரிஞ்சு இப்போ அதெல்லாம் மாறிடுச்சுன்னு நினைக்கிறேன். நீ எந்த சோஷியல் மீடியா பேஜை ஃபாலோ பண்ணுறேன்னு சொல்லு, நான் உன்னை பற்றி சொல்கிறேன் அப்படின்றதான் இன்றைய ஒரு புதிய பழமொழி. കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സർവേ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ കൊണ്ട് കലാപമുണ്ടാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഒന്നാമത്. അങ്ങനെ കണ്ടായിരുന്ന ഒരു പഠനം. വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ശീർഷകം അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാനതിനെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഫേക്ക് ന്യൂസുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സംഘപരിവാർ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്ത് മൊത്തലെടുത്തിട്ടുള്ള ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസുകൾ. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസം ഒരു 4-5 സംഘപരിവാർ ഫേക്ക് ന്യൂസുകളെ കുറിച്ചിട്ട് അതിൻ്റെ ഫാക്ട് ചെക്ക് നടത്താറുണ്ട്, വീഡിയോയിൽ തന്നെ നടത്താറുണ്ട്. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഫേക്ക് ന്യൂസുകൾ കാലങ്ങൾക്ക് മുൻപ് തന്നെ സംഘപരിവാർ യൂസ് ചെയ്തതുകൊണ്ടാണ് ഇവർ നമുക്ക് ഗുജറാത്ത് കലാപത്തിലടക്കം, അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലടക്കം കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നും അതും ഈ 72-ലാണോ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സംഘപരിവാർ കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിരുന്നു. ലഘുലേഖകൾ വഴി ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിച്ചിരുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നു. ഇവിടെ വ്യക്തമായിട്ട് ആ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഇദ്ദേഹത്തിന് ഈ ഒരു വേദിയിൽ ഇത് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. நீங்கள் தாங்க நாளைய வாக்காளர்கள். அடுத்தடுத்து புதிய நல்ல நல்ல தலைவர்களை நீங்கள் தான் தேர்ந்தெடுக்க போகிறீங்க. ஆனால் பாருங்கள், நம்ம விரலை வச்சு நம்ம கண்ணியை குத்துறதுன்னு கேள்விப்பட்டிருக்கிறீங்களா? அதுதான் இப்போ நடந்துகிட்டு இருக்கு. அதுதான் இப்போ நாமளும் செஞ்சிட்ருக்கிறோம். இது இந்த காசு வாங்கிட்டு ஓட்டு போடுறது. சும்மா ஃபார் எக்ஸாம்பிளுக்கு சொல்கிறேன், ஒரு ஓட்டுக்கு 1000 ரூபான்னு வச்சுப்போமே. இப்போ ஒரு தொகுதியில் கிட்டத்தட்ட ஒரு 1.5 லட்சம் பேருக்கு கொடுக்குறாங்கன்னா என்ன ஒரு 15 கோடி ஆச்சா? ஒருத்தர் வந்து ஒரு 15 கோடி செலவு பண்ணுறாருன்னா அவர் அதுக்கு முன்னாடி எவ்வளோ சம்பாதிச்சிருக்கணும்? சும்மா யோசிச்சு பாருங்கள், ஜஸ்ட் காமன் சென்ஸ்.
இதெல்லாம் வந்து உங்கள் எஜுகேஷன் சிஸ்டமில் இதெல்லாம் ஸ்டூடெண்ட்ஸுக்கு கற்றுக் கொடுக்கணும்னு நான் ஆசைப்பட்றேங்க. ஒன்றும் இல்லை, தமிழ்நாடு முழுக்க இருக்கிற ஒவ்வொரு மாணவிகளும் அவங்கவுங்க பேரண்ட்ஸ் கிட்ட போய், அப்பா அம்மா இனிமேல் காசு வாங்கிட்டு ஓட்டு போடாதீங்கன்னு சொல்லி பாருங்களேன். சும்மா ட்ரை பண்ணி பாருங்கள். ட்ரை தானே இது நீங்கள் இப்போ சொன்னீங்கன்னா அது கண்டிப்பாக நடக்குங்க. எனக்கு அந்த நம்பிக்கை இருக்குது. நீங்கள் தான் அடுத்தடுத்த வருஷத்தில் வரப்போகிற ஃபஸ்ட் டைம் ஓட்டர்ஸாக வர போகிறீங்க. ஸோ இதை நான் ஏன் இதை கனெக்ட் பண்ணி சொல்கிறேன்னா, இது எப்போ நடக்குதோ அப்போ தான் உங்களுடைய அந்த கல்வி முறையே வந்து ஒரு முழுமை அடைஞ்சதாக நம்ம எடுத்துக்கலாங்க. அண்ட் ஃபைனலி ஒன் ஸ்மால் ரிக்வெஸ்ட்டுங்க, உங்களுடைய கிளாஸ்லேயோ இல்லை உங்களுடைய தெருவிலையோ இந்த தேர்வில் வெற்றி பெறாத மாணவர்கள்னு இருப்பாங்கள்ல, அவங்களெல்லாம் கொஞ்சம் அப்பப்போ அவங்களோட டைம் ஸ்பெண்ட் பண்ணுங்கள். அவங்களுக்கு அந்த தைரியத்தை கொடுங்க. எக்ஸாம்ஸில் பாஸ் பண்ணுறது எவ்வளோ சுலபம்னு எடுத்து சொல்லுங்கள். தோல்வி அடைஞ்ச நீங்கள் கொடுக்குற தைரியத்தில் அவங்க வெற்றி அடைஞ்சாங்கன்னா அது நீங்கள் எனக்கு கொடுக்குற ஒரு பரிசாக நான் அதை எடுத்துக்கிறேன். വിജയുടെ സിനിമകളിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന, അതിനു മുൻപുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രഖ്യാപന വേളയിൽ നമ്മൾ കേൾക്കുന്ന, അതുപോലെ സിനിമാ നടന്മാരുടെ ആണെന്നുണ്ടെങ്കിലും പ്രഖ്യാപന വേളയിൽ നമ്മൾ കേൾക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷന് എതിരായിട്ടുള്ള, കറപ്ഷന് എതിരായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ തമിഴക വെട്രി കഴകവും മുന്നോട്ടേക്ക് വെക്കുന്നത്. വിജയും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണത്തെ ഇലക്ഷനിലേക്ക് അവരുടെ പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിലില്ല എന്നുള്ളതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. 2026 അസംബ്ലി ഇലക്ഷനിലേക്കാണ് വിജയുടെ തമിഴക വെട്രി കഴകം പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ സർവേ ഒക്കെ നടത്തിയിട്ട് രൂപീകരിച്ച ഒരു പാർട്ടിയാണിത്. അപ്പോൾ വിജയ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇതൊരു ഹോബിയല്ല, ഇതൊരു വളരെ ഡിവൈൻ ആയിട്ടുള്ള, സീക്രട്ട് ആയിട്ടുള്ള ഒരു ജോബാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. വരട്ടെ, പ്രതീക്ഷകൾ നൽകി ഇത്തരത്തിലുള്ള യുവ പ്രാതിനിധ്യം രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഭയങ്കര രസകരമായിട്ടുള്ള പ്രതീക്ഷകളുടെ ഒരു സൈഡാണ്. ഇനിയൊരു ചലഞ്ചിൻ്റെ സൈഡുണ്ട്. വിജയുടെ പാർട്ടി, ഇപ്പോൾ കമൽഹാസൻ്റെ പാർട്ടി വന്ന സമയത്തും വിജയകാന്തിൻ്റെ പാർട്ടി സ്ട്രഗിൾ ചെയ്ത സമയത്തുമൊക്കെ ഉണ്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ വിജയ്ക്ക് അതിനകത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ 2026 സ്റ്റാലിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഫെയിലിയർ ആണ് എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതുപോലുള്ള കറപ്ഷനുകളെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. നിലവിലുള്ള ഭരണപക്ഷത്തിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായെങ്കിൽ മാത്രമേ നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിന് ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. വിജയകാന്തിൻ്റെ പാർട്ടി സ്ട്രഗിൾ ചെയ്തപ്പോഴും കമൽഹാസൻ്റെ പാർട്ടി സ്ട്രഗിൾ ചെയ്തപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ആലോചിച്ചത്. ഇപ്പോൾ ഒരു സ്റ്റാലിൻ തരംഗമുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ളതുപോലെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നോക്കിക്കാണലിൽ തോന്നുന്നത്. അവരുടെ പല നിലപാട് പറച്ചിലുകളും അവരുടെ ചില എന്താ പറയുന്നത്, ഇപ്പോൾ ഉദയാനിധി സ്റ്റാലിനൊക്കെ എടുക്കുന്ന നിലപാടുകളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ആ ഒരു സംസ്ഥാനത്തുള്ള ആളുകൾ, ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ കറപ്ഷൻ പോലുള്ള കാര്യങ്ങളിലൊന്നും അത്രയധികം പ്രതിച്ഛായ തകർന്നു നിൽക്കുന്ന സമയമൊന്നുമല്ല തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ 2026 അതുപോലുള്ളൊരു കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ കൂടുതൽ ഊന്നി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയാൽ വിജയുടെ പാർട്ടിക്കും ഒരു സ്പേസ്, അർഹിക്കുന്ന ഒരു സ്പേസ് നേടിയെടുക്കാനായിട്ട് പറ്റൂ എന്നുള്ളത് തോന്നുന്നു. അത് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത് എനിക്കറിയില്ല. അതൊരു ചലഞ്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ആ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കൽ കറക്റ്റാണ്. ഈ ഒരു വേളയിൽ വിജയ് അടക്കമുള്ള ആളുകൾ, ആ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വ്യക്തമായിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്, അവർ ഈ തവണ ഒരു പാർട്ടിയും പിന്തുണയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഏതായാലും വിജയുടെ പാർട്ടിയെ കുറിച്ചിട്ട്, ഈ ഒരു രാഷ്ട്രീയ എൻട്രിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.